وقول الزور وأكل مال اليتيم وقذف المحصنات. لن يصلح آخر هذه النبي خزيمة لن يصلح آخر هذه الأمة إلا بما صلح به أولها إلى آخر الحديث شفيعنا رسول الله. പണ്ട് ഇറാഖിലെ ഒരു നഗരത്തിൽ പാവപ്പെട്ട മോനായി വീട്ടിൽ പനിമതി പോലൊരു താൺകുഞ്ഞ് ചേലോടെ ഇറന്നല്ലോ ആസറെ പൊന്നും മോനായി ദേശയിൽ പൊലിവോടെ വളരുന്നു നബി ഇബ്രാഹിം വളർന്നപ്പോൾ തന്നോട് ചുറ്റും ഇടതടമില്ല ജനം കാട്ടിക്കൂട്ടും ഇതമില്ല പ്രവർത്തനം കണ്ടതിലേറ്റം ഏറ്റവും വ്യസനത്തിൽ കൽബിൽമങ്ങൾ തല്ലിയുടയ്ക്കുന്നേ. എല്ലാം ഇത് കൊടിയൊരു ശിർക്കാണെന്ന് നബി ചൊല്ലുന്നേ. ഈറയോന്റെ കൊടുപിടി പരീക്ഷണം ജയിച്ചുള്ളോരേ ഇലാഹിന്റെ സലാമത്തിലണഞ്ഞുള്ള നബി ഇബ്രാഹിം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയി പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന വിവിധങ്ങളായ പള്ളികളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മുഴുവൻ കാരണവന്മാർക്കും അല്ലാഹുവേ നീ പൊറുക്കണ റഹ്മാനേ. അല്ലാഹുവേ അവരുടെ എല്ലാ ബർസഖി ലോകം നീ സന്തോഷത്തിലാക്കണം. അല്ലാഹ് ദുനിയാവിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണം. അല്ലാഹ് അവരെയും ഞങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നീ ഒരുമിപ്പിക്കണം റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മദ്യലഹരി മദ്യവും മയക്കുമരുന്നുമെല്ലാം ഓരോ കുറ്റകൃത്യങ്ങൾക്ക് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് രാവിലെ നമ്മുടെ ഇരുമലപ്പടിക്ക് പിടിച്ചത് 17 കിലോ കഞ്ചാവുമായി. പോരുന്ന വഴിയിൽ പോലീസ്, കോപ്പടി പോലീസും കോതമംഗലം പോലീസും അവിടെ ജനക്കൂട്ടം കൊണ്ടുണ്ട്. ഇന്നിപ്പോ ന്യൂസ് വന്നത് 16 കിലോ കഞ്ചാവുമായി 2 ഭായി സഹോദരങ്ങളെ പിടിച്ചു. അതെല്ലാം എവിടെ പാസ് ചെയ്യാനാണ്, എവിടെ കൊടുക്കാനാണ്, ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് എന്നൊന്നും അറിയില്ല. നല്ലൊരു ജനക്കൂട്ടം അവിടെ കണ്ടു. അല്ലാഹു തആല നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മുടെ എല്ലാം കുടുംബജീവിതങ്ങളെയും എല്ലാം അല്ലാഹു തആല സുരക്ഷിതമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ കുറെ കാലങ്ങളായി നമ്മൾ ഇങ്ങനെ പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുസൽമാന്റെ വഖഫ് സ്വത്ത് അവൻ ചോരനീരാക്കി അധ്വാനിച്ച് അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗത്ത് പരിശുദ്ധമായ ദീനിനെ ശക്തിപ്പെടുത്താനും അണമുറിയാത്ത പ്രതിഫലം അവന്റെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്കും എല്ലാം കിട്ടാൻ വേണ്ടി വഖഫായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ഭൂമി, അതിന് സർക്കാരിന്റെ കൈകടത്തലുകളോടുകൂടെ ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവന്ന് അതിനകത്ത് മുസ്ലിം സമുദായത്തിന്റെ ശക്തി കുറയ്ക്കാനും രണ്ടാം കിട പൗരനാക്കാൻ വേണ്ടിയുമുള്ള നെട്ടോട്ടത്തിലാണ് ഫാസിസ്റ്റ് ശക്തികൾ.
ഇതിനു മുമ്പും ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിമീങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ ഈമാനിന്റെ ഖദർ അനുസരിച്ച് പ്രയാസങ്ങൾ നേരിട്ടുവെങ്കിലും വിജയിച്ചു പോന്നിട്ടുമുണ്ട്. ഇപ്പോഴുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ശക്തികൾ മുസ്ലിമീങ്ങളുടെ കഴിവും അവരുടെ സാമർഥ്യവും അവരുടെ ധൈര്യവും അവരുടെ സാമ്പത്തിക സ്രോതസ്സും 2050 ആകുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ, ലോകത്ത് മുസ്ലിമീങ്ങൾ അധികരിക്കുമെന്നുള്ള ഒരു ന്യൂസുമെല്ലാം കണ്ടതുകൊണ്ടും മുസ്ലിം സമുദായത്തിന്റെ അള്ളാഹുവിനോടുള്ള അവരുടെ ഏകദൈവ വിശ്വാസം അത് വളരെ ശക്തിയാണെന്നും സത്യമാണെന്നുമുള്ള ഒരു വെപ്രാളമാണ് ഫാസിസ്റ്റുകളെ, മുസ്ലിമീങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കുന്നതിലേക്ക് ഈ തള്ളിവിടുന്നതിലുള്ള വ്യഗ്രത കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിമീങ്ങൾ നേരിട്ടിട്ടുണ്ട്. തലാഖ് വിഷയം വന്നപ്പോഴും, അതുപോലെ മറ്റേ അഖ്ലാഖ് എന്താണ് ബീഫ് നിരോധന കേസ് വന്നപ്പോഴും, ഇതുപോലെ പല പല പ്രതിസന്ധികൾ നേരിടേണ്ട പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു, അതിനെ പ്രതിരോധിച്ചു. പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോഴും NRCയും CAAയും എല്ലാം ഇവിടെ നടപ്പാക്കാൻ വന്നപ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ ഒരേ സ്വരത്തിൽ ഒരേ ബാനറിന് കീഴിലെല്ലാം അതിനെ പ്രതിരോധിച്ചു, കോട്ടകൾ തീർത്ത് നേടിയെടുത്തവരാണ് നമ്മൾ. ഇതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയായിരുന്നു 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ശിപ്പായി ലഹള അവിടെ നടന്നത്. അന്നും എല്ലാ ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടാൻ രംഗത്ത് വന്നത്. മുസ്ലിമീങ്ങളെ അടിച്ചമർത്തുകയും അവരുടെ ദീനി സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സീല് വെക്കുകയും പൊളിച്ചു കളയുകയും തകർക്കുകയും ചെയ്തതിന്റെ പേരിൽ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരും ഇന്ത്യ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലുള്ള പണ്ഡിതന്മാരും മൗലാനമാരും ആലിമാരും ആലി സഹോദരങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തിയായ പോരാടി. ആ പോരാടിയപ്പോൾ ഇവിടുത്തെ ഭരണകൂടം മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അന്ന് പലരെയും സുഖപ്പെടുത്തി സന്തോഷിപ്പിച്ച് സഭകളെല്ലാം അവരെ സന്തോഷിപ്പിച്ച് നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അവർക്കെതിരെ പോരാടിയവരാണ്. മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം വിട്ട് പോണമെന്നും ഇന്ത്യയിൽ നിന്നും അവര് മടങ്ങിപ്പോകാതെ ഞങ്ങളാരും പരിസന്താണ് വിശ്രമിക്കില്ല എന്നുമെല്ലാം പറഞ്ഞ് ഇങ്ങനെ പ്രതിരോധങ്ങൾ തീർത്തപ്പോൾ അലി സഹോദരങ്ങളെ ഇവര് ജയിലിലടച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അവരെ ജയിലിൽ നിന്നും അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്നത് വരെ ഞങ്ങൾ പ്രക്ഷോഭം അവസാനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി രംഗത്തേക്ക് വന്നപ്പോൾ അലി സഹോദരങ്ങളുടെ ഉമ്മ ഒരു കത്തെഴുതുന്നു ജയിലിലേക്ക്. ബ്രിട്ടീഷുകാരെ സുഖപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള എഗ്രിമെന്റുകൾ എഴുതിക്കൊണ്ട് എന്റെ മക്കൾ പുറത്താണ് ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് തന്ന മുലപ്പാൽ ഹലാലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലി സഹോദരങ്ങളുടെ ഉമ്മ ഗൾഫിലേക്ക് കത്തയച്ചത്രേ. അത്രയും ധീരകേസരികളായിരുന്നു. അവർക്ക് ജാമ്യമല്ല പ്രധാനം, ജയിലല്ല പ്രധാനം. ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന എല്ലാ മതക്കാരും ഒരുപോലെ വസിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു അവർക്ക് പ്രധാനം. സന്ധിയില്ലാ സമരം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തിയാണ്. സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ടാണ് എല്ലാ നിലക്കും ഇവിടുത്തെ മുസ്ലിമീങ്ങളും പണ്ഡിതന്മാരും മൗലാനമാരും ആലിമാരും കുഞ്ഞാലി മരക്കാർമാരും ഇവരെല്ലാം മുന്നിൽ നിന്ന് നയിച്ച് ഇതിനേക്കാൾ ദുർഘടമായ അവസ്ഥകൾ തരണം ചെയ്തു വന്ന മുസ്ലിം ഉമ്മത്തിന്റെ മുന്നണി പോരാളികളുടെ പിൻഗാമികളാണ്, പിൻതലമുറക്കാരാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ പേടിച്ച് പിന്നോട്ട് പോകുന്നവരല്ല. ഇതൊന്നും കാണിച്ചാൽ ഞങ്ങൾ പേടിക്കുന്നവരല്ല. ഇതൊന്നും കാണിച്ചാൽ മുസ്ലിമീങ്ങൾ പേടിക്കുകയുമില്ല എന്ന് ഈ ഫാസിസ്റ്റ് ശക്തികൾക്കും ഇതുപോലെയുള്ള ഭരണകൂട ഭീകരതകൾ കാണിക്കുന്നവർക്കും നന്നായി അറിയാം.
എന്തുകൊണ്ടാണത്? അതിന്റെ തെളിവ് ഖുർആൻ തന്നെയാണ്. വഅന്തുമുൽ അഅ്ലൗൻ വലാ തഹിനൂ വലാ തഹസനൂ. നിങ്ങൾ ദുഃഖിതരാകരുത്, നിങ്ങൾ നിന്ദരാകുകയുമില്ല, നിങ്ങൾ ദുഃഖിതരാകുകയുമില്ല. വലാ തഹിനൂ വലാ തഹസനൂ വഅന്തുമുൽ അഅ്ലൗൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നിന്ദരാകുകയില്ല, നിങ്ങൾ ഒരിക്കലും നിസ്സാരനാവുകയില്ല. നിങ്ങൾ നിന്ദരോ നിസ്സാരനോ ദുർബലരോ കുറഞ്ഞവരോ കഴിവില്ലാത്തവരോ നിങ്ങളാവുകയില്ല. വഅന്തുമുൽ അഅ്ലൗൻ. നിങ്ങൾ ഉന്നതരാണ്, ചെറിയ ഉന്നതരല്ല, നിങ്ങൾ പരമോന്നതരാണ്. എപ്പോഴാണ് നിങ്ങൾ പരമോന്നതരാകുന്നത്? ഇൻ കുന്തും മുഅ്മിനീൻ. വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കുമ്പോൾ, നീ ഒരു 22 ക്യാരറ്റ് മുസ്ലിം ആകുമ്പോൾ ഈ ദുനിയാവിലെ ഒന്നിനെയും നീ ഭയക്കേണ്ട കാര്യമില്ല. മുസ്ലിമായി ജീവിക്കാൻ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ തയ്യാറാണെങ്കിൽ ഒരിക്കലും ഒരു ശക്തിയെയും അവൻ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈമാൻ എന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. മതം എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ തകർക്കാൻ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരും. സൂറത്തു സഫിലൂടെ അല്ലാഹു തആല വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ പല വിധത്തിലുള്ള മീനുകൾ അവർ എന്താണ് നമുക്ക് ഇട്ടു തരുന്നതാണ്. പല വിധത്തിലും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ പലതും ഇട്ടു തരും. പക്ഷേ അതിൽ നമ്മൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അവരുടെ വായകൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന ഈമാനിനെ കെടുത്തി കളയാനാണ്. പക്ഷേ അല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു തആല ആരാണെന്നറിയുമോ? മുത്തിമ്മു നൂരിഹി, അവന്റെ നൂറാനിയത്തിനെ പൂർത്തീകരിക്കുന്നവനാണ്. വലൗ കരിഹൽ കാഫിറൂൻ. ഇവിടുത്തെ കാഫിരീങ്ങൾ എത്ര തലകുത്തി മറഞ്ഞാലും, ഇസ്ലാമിന്റെ വിരോധികൾ എത്ര ഇസ്ലാമോഫോബിയ ഇവിടെ കൊണ്ടുവന്നാലും, ഏതെല്ലാം വഖഫ് തത്വകൾ കൈവശം വെച്ചാലും, ഏതെല്ലാം മുസ്ലിമിനെ ബീഫ് വെച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ ഇവിടെ വഖഫ് നിയമങ്ങൾ കൈയിട്ട് വാരിയാലും, ഈമാനാകുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള ഈമാൻ എന്ന പ്രകാശം, അത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കിട്ടിയ പ്രകാശം, അത് കെടാതെ അത് മഹാനായ നൂഹ് എന്നാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ അവസാന കാലം അത് എത്തിക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാറില്ല, എത്ര രോഗം വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല, മരിക്കൊന്നുമില്ല, സമയമായാലും മരിക്കുള്ളൂ. എത്ര വലിയ രോഗിയാണല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ മരിക്കില്ല, സമയമായാലേ മരിക്കുള്ളൂ. നല്ല ആരോഗ്യവാനാണെന്ന് മരിക്കൂല എന്ന പേടി വേണ്ട, സമയമായാൽ അവനും ഒരു അസുഖമില്ലെങ്കിലും മരിക്കും. ഇതുപോലെയാണ് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയാം കുൽദീപ് നയ്യാർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പത്രപ്രവർത്തകനാണ് കുൽദീപ് നയ്യാർ. ഒരു 2 വർഷം മുന്നേ അയാൾ മരണപ്പെട്ടു പോയി. ഇന്ത്യൻ പത്രപ്രവർത്തകരുടെ കുലപതിയായിരുന്നു സാക്ഷാൽ കുൽദീപ് നയ്യാർ. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, പൊള്ളുന്ന കാശ്മീർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൽ അയാൾ പറയുന്നു, ഇന്ത്യ കാശ്മീരിന്റെ 4 ജില്ലകൾ ഞാൻ അരിച്ചു പറക്കി.
കുൽദീപ് നെയ്യാർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ എഴുത്തുകാരനാണ്. അയാൾ പറയുന്നു, പൊള്ളുന്ന കാശ്മീർ എന്ന പുസ്തകം അയാൾ എഴുതിയിട്ടുണ്ട്. അയാൾ പറയുന്നു, കാശ്മീരിന്റെ 4 ജില്ലകൾ ഞാൻ അരിച്ചു പറക്കി ഇന്ത്യൻ പട്ടാളക്കാര് ബലാത്സംഗം ചെയ്യാത്ത ഒരൊറ്റ മുസ്ലിം വീട് പോലും ഞാൻ കണ്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയുടെ സാക്ഷാൽ പത്രപ്രവർത്തകരിൽ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന കുൽദീപ് നെയ്യാറാണ്. പേടിച്ചില്ല. ബാബരി മസ്ജിദ് എന്ന ഒരുപാട് 450 വർഷത്തോളം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത ഇന്ത്യയിലെ പുരാതന പള്ളിയായ ബാബരി മസ്ജിദ് തകർക്കുകയും ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ കൊടി നാട്ടുകയും അവിടെ മുസ്ലിമീങ്ങൾക്ക് എന്താണ് സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്താണ് വേറെ ക്ഷേത്ര പള്ളി അമ്പലം പണിയുകയും ചെയ്തപ്പോൾ അപ്പോഴും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ശ്രമിച്ചു. എന്തുകൊണ്ട്? ഒരു പള്ളി പോയെന്ന് വിചാരിച്ച മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിലൊന്നും വരാനില്ല. അപ്പോൾ അവർ അടുത്ത പള്ളി വിളിച്ചു, അടുത്ത പള്ളി വിളിച്ചു. ഇങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നിങ്ങനെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഈ ദീനിനെ അല്ലാഹു തആല ഇവിടെ എത്തിച്ചത് എങ്ങനെയാണ്? ഞാനിവിടെ പാടിയ ഒരു പാട്ടുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കുറിച്ച്. ഇബ്രാഹിം നബിയുടെ ഉപ്പ ബഹുദൈവ വിശ്വാസിയായിരുന്നു. ഒരു പ്രവാചകന്റെ ഉപ്പ ബഹുദൈവ വിശ്വാസിയാകുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രവാചകന്റെ വീട്ടിൽ നിന്ന് ദീൻ പ്രബോധനം ചെയ്യുക? അതും ബഹുദൈവ വിശ്വാസികളുടെ എന്താണ് വിഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഖുർആൻ പറഞ്ഞു, ഫത്തബിഉ മില്ലത ഇബ്രാഹിം. ആ പ്രതിസന്ധിയിലൂടെ ജീവിച്ച ഇബ്രാഹിമിന്റെ പിന്നെന്താണ് ചര്യയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഇബ്രാഹിം നബിയുടെ വീട്ടിൽ തന്നെയാണ് ഓരോരോ ബിംബങ്ങൾ ഇങ്ങനെ ചാർത്തി വച്ചിരിക്കുന്നു, കൊത്തി വച്ചിരിക്കുന്നു. ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ സ്വന്തം പിതാവ് ബഹുദൈവ വിശ്വാസിയാണ്. ആ ബഹുദൈവ വിശ്വാസിയോട് പടവെട്ടിയല്ലേ ഇന്ന് നാം കാണുന്ന ഈ ദീൻ ഇവിടെ എത്തിയത്. പ്രതിസന്ധി തരണം ചെയ്യുക എന്നത് ഈമാനുള്ള വിശ്വാസിക്ക് വെറും നിസ്സാരമാണ്. എന്ത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്ത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാകും അതിന്റെ ഒടുക്കവും. ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേക്കാണ്. കാരണം ദീൻ എന്നത് പേരിന് മാത്രമായി, ഇസ്ലാം എന്നത് പേരുകൊണ്ട് മാത്രമായി. ഇസ്ലാമിൽ നിസ്കാരമില്ലാത്ത അവസ്ഥകൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ആകാശം മുട്ടയുള്ള മുനാരങ്ങളുള്ള പള്ളികൾ മുട്ടിന് അധികരിച്ചു വരുന്നു. ബാങ്കുകൾ അടുത്തടുത്ത് വരുന്നു. എന്താണ് കടകമ്പോളങ്ങൾ അടുത്തടുത്ത് വരുന്നു. ചന്ദ്രന് വട്ടം കൂടി വരുന്നു, സൂര്യന് ചൂട് കൂടി വരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നബി തങ്ങളുടെ ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂല് ഖിയാമത്ത് നാളിന് മുന്നേ വരാൻ പോകുന്ന അടയാളങ്ങൾ പറയുന്ന സൂചന വെച്ച് നോക്കുമ്പോൾ സൂര്യന് ചൂട് കൂടി കൂടി വരികയാണ്. എന്തൊരു ചൂടാണ്! പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. പണ്ട് പാടത്തും പറമ്പിലും നമ്മളെ മലയാളികൾ ഒരു 7 മണി 6-7 മണിയാകുമ്പോൾ പാടത്ത് തൂമ്പയുമായി ഇറങ്ങിയ മലയാളികൾ ഉണ്ടായിരുന്നു. 8 മണിയാവുമ്പോഴും 9 മണിയാവുമ്പോഴും കഞ്ഞിവെള്ളവും മറ്റും കുടിച്ച് 1 മണി വരെ 2 മണി വരെ 3 മണി വരെ പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന മലയാളികൾക്ക് ഇപ്പോഴുള്ള ചൂടുണ്ടല്ലോ വളരെ അസഹ്യമാണ്.
ചൂട് കാരണം നമ്മുടെ നാട്ടിൽ ഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥയായി. എത്ര മഴ പെയ്താലും ഭൂമിയിൽ വെള്ളം നിൽക്കാത്ത അവസ്ഥയായി. കാലം അടുത്തടുത്ത് വരുന്നതാണ്. പണ്ടുണ്ടായിരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ ദീർഘസമയമായിരുന്നു. എത്ര പണിയെടുത്താലും ഉച്ചയാവൂല, എത്ര പണിയെടുത്താലും വൈകുന്നേരമാകൂല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നേരം വെളുത്താൽ ഉച്ചയാകുന്നത് അറിയുന്നില്ല, ഉച്ചയായാൽ രാത്രിയാവുന്നത് അറിയുന്നില്ല. കാലം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അതാ നമ്മുടെ കമ്പോളങ്ങൾ, കടകമ്പോളങ്ങൾ അടുത്ത് വരുന്ന ഒരു കാലം. നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോ? ഖാല റസൂലുള്ളാഹി. വ്യാപാര കേന്ദ്രങ്ങൾ ഒരു നാട്ടിൽ ചെന്നാൽ ആ സ്ഥലമേതാണെന്ന് നിജപ്പെടുത്താനോ നിശ്ചയമാക്കാനോ പറ്റാത്ത രീതിയിൽ കടകമ്പോളങ്ങൾ എങ്ങനെ അധികരിച്ചു വരുന്നത്, അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. പിന്നെയോ ചന്ദ്രന് വട്ടം കൂടി വരുന്നു. നമ്മൾ പറഞ്ഞു ഈ റമളാനിലും ഇന്ന് ഒന്ന് കണ്ടത് ഇന്ന് ഒന്നല്ല, ഇന്ന് 3 പോലെയാണ്. ചന്ദ്രന്റെ വട്ടം കൂടി വരുന്നതും ഭൂമിയിൽ ചൂട് കൂടി വരുന്നതും ഇവിടത്തെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വെള്ളം ഈ നാട്ടിൽ നിന്നുമെല്ലാം എന്താണ് കുടിവെള്ള സ്രോതസ് ഈ നാടുകളിൽ നിന്നും മരീചിക പോലെ മാറിപ്പോയി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധം അല്ലാഹു തആല ഭൂമിയെ തലകീഴാക്കി മറിക്കാൻ മനുഷ്യര് തന്നെയാണ് അതിന് കാരണം. എന്താ കാരണം? അല്ലാഹു തആല പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദീനാ. രാജേഷ് എൻ.പി. എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ്. ഇന്നത്തെ പ്രഖ്യാപനമാണ് കള്ള് എന്നത് കേരളത്തിന്റെ ഒരു വിഭവ സമൃദ്ധമായ പാനീയമാക്കി മാറ്റാൻ പോവാണത്രേ. കള്ള് എന്നത് കേരളത്തിന്റെ ഒരു വിഭവ സമൃദ്ധമായ പാനീയമായി മാറ്റാൻ പോവുകയാണ്. എല്ലാ ഹോട്ടലുകളിലും ഇത് ഉണ്ടാക്കാനും എത്തിക്കാനുമുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പുറത്ത് പോയിട്ട് ലഹരിക്കെതിരെ പോരാടും. ഇതൊരാളെ തന്നെ കുറ്റം പറയണമല്ല. ഇവിടെ ഇതാണ് നടക്കുന്നത്. പണത്തിന് മുകളിൽ പരന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ പൈസയ്ക്ക് വേണ്ടി എന്തൊരു കൊള്ളരുതായ്മയ്ക്കും എന്താണ് ഈ ഉമ്മത്ത് മടിക്കാത്ത ഒരു കാര്യം. പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ലഹരിയല്ല, MDMA അല്ല, ഏത് വിധത്തിലുള്ള ലഹരി കടത്താനും അവനൊരു മടിയില്ല. 10 പാക്കറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒരു പാക്കറ്റിന് എന്താണ് ഒരു പ്രാവശ്യം അവനെ പിടിക്കുന്നത്. 10 തവണ അവൻ വിദേശത്ത് നിന്ന് കഞ്ചാവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു തവണ പോയപ്പോഴാണ് അവനെ പിടിച്ചത്. മറ്റൊരു പെണ്ണ് കുടുങ്ങിയത് എങ്ങനെയാ? എയർപോർട്ടിൽ ചെന്നപ്പോ 4 പെൺമക്കളുള്ള ഒരു എന്താണ് ഉമ്മ വിദേശ ജോലി ചെയ്ത് കുടുംബ ജീവിതമാണ്. അവിടുത്തെ അറബിയുടെ വീട്ടിലെ വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന ഒരു ഉമ്മ എയർപോർട്ടിൽ ചെന്നപ്പോ കൂടെ യാത്ര ചെയ്യുന്നതാണെന്ന് ധരിപ്പിച്ച ഒരു പെണ്ണ് ഒരു പൊതി കൊടുത്തിടുന്ന് പിടിക്കട്ടോ, ഞാൻ വണ്ടി കയറുമ്പോ വാങ്ങിക്കാട്ടോ എന്ന് പറഞ്ഞു. ആ പെണ്ണ് ആ പൊതി വാങ്ങിച്ച ഉടനെ തന്നെ കസ്റ്റംസ് വന്ന് പരിശോധിച്ച് നോക്കുമ്പോ അത് കഞ്ചാവ് ആ പെണ്ണിനെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. എവിടെയും ലഹരിയാണ്, എവിടെയും മദ്യമാണ്, എവിടെയും അക്രമമാണ്, എവിടെയും അനാചാരമാണ്. ഒരാൾക്കും ഒരാളോടും ഒരു പ്രതിബദ്ധതയില്ല. ഒരാളോടും ഒരു പ്രതിബദ്ധതയില്ല. വാപ്പയായാലും ഉമ്മയായാലും ആരാണെങ്കിലും അവർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇന്ന് കൊന്നു കളഞ്ഞു 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വേണ്ടി 6 വയസ്സുകാരൻ കളിച്ചുകൊണ്ടിരുന്നവനെ 20 തൊട്ട് വീടിന്റെ അയൽവക്കത്തുള്ള 20 വയസ്സുകാരൻ അവനെ കൊണ്ടുപോയപ്പോ അവൻ പറഞ്ഞു, ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ എന്താണ് തൊട്ടടുത്തുള്ള പുഴയിൽ മുക്കി കൊന്നു. അവനെ ഒന്ന് തള്ളി വിട്ടു. അവൻ തള്ളി 6 വയസ്സുകാരൻ പിടിച്ചു കയറാൻ വന്നു. പിന്നെയും തള്ളി വിട്ടു. 2ാമതും 3ാമതും അവൻ ചെളിയിൽ കൊണ്ടുപോയി മരണപ്പെട്ടുപോയി. ഇതാണ് അവസ്ഥ. 20 വയസ്സുകാരനാണ് കൊന്നത്.
അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിമേ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാനുള്ള ക്ഷമയും ആ ഒരു സഹനശീലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലാത്ത കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളെന്താണ് പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ പറയരുത്. നിങ്ങൾ നിസ്കരിക്കണം, എന്നിട്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ അവരവരെ നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ദീനിയായ ചുറ്റുപാട് എന്താണ്, പ്രപഞ്ചം, നമ്മുടെ പരിസരം വളരെ മലീമസമായാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരു കച്ചവടത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ മുഅ്മിനീങ്ങളെ. വേദനാജനകമായ ആദാബിനെ തൊട്ട് നിങ്ങൾ അല്ലാഹു തആല കാക്കുന്നതാണ്. എന്താണെന്നറിയുമോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ നല്ലതുപോലെ ഉറച്ചു വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യണം. ബി അംവാലികും വ അൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ടും. ദാലികും ഖൈറുൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഖൈറാണ്. യുദ്ധം ചെയ്യണ എങ്ങനെയാണ്? ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് ഒരു വാക്കുകൊണ്ട് പോലും അതിനെ എതിർക്കുക. മനസ്സുകൊണ്ട് എതിർക്കുക, വാക്കുകൊണ്ട് എതിർക്കുക, നിന്റെ കൈ കൊണ്ട് എതിർക്കുക. ഇങ്ങനെ മുസ്ലിം സംഘടനകൾ അവരുടെ പാർട്ടി വളർത്തുന്ന അവരുടെ സംഘടന പരിപോഷിപ്പിക്കുന്ന തിരക്കിലാണ്. ഇവിടെയാണ് എന്താണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ അമുസ്ലിമീങ്ങളും ഇവിടുത്തെ ഭരണകൂടങ്ങളും ഇന്ത്യയുടെ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ അടിവേരുകൾ മാന്തിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ആക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുക, എല്ലാവരും ആത്മാർത്ഥമായി അല്ലാഹുവിനോട് അടുത്ത് ദുആ ചെയ്യുക. ഏത് വഖഫ് ബില്ലിൽ എന്ത് പാസ്സാക്കിയാലും അല്ലാഹുവിന്റെ ഒരു സഹായം എന്നത് നിങ്ങൾ കണ്ടായിരിക്കും. രോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ എന്ന മ്യാൻമാറിലെ മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊന്നുകളഞ്ഞ എന്താണ് ധിക്കാരികൾക്ക് അല്ലാഹു തആല കൊടുത്ത ശിക്ഷ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. മ്യാൻമാറിലെ ഭൂകമ്പം എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. മുസ്ലിമീങ്ങളെ നിരുപാധികം കൊന്നുകളഞ്ഞ, ചുമ്മാ കുഴിയെടുത്ത് JCB കൊണ്ട് അതിലേക്ക് ജീവനോടെ ഇട്ട് മണ്ണിട്ട് മൂടിയ രോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ കണ്ണുനീര് ഇപ്പോൾ അവർ അനുഭവിച്ചു. 10,000, 20,000, 30,000 കണക്ക് ആളുകൾ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് അടിയിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചു. പെടഞ്ഞൊരു തുള്ളി ജീവനില്ലാതെ പുറത്തു നിന്ന് വന്ന ആൾക്കാർക്ക് നോക്കാനല്ലാതെ അവരുടെ അടുക്കലേക്ക് ചെല്ലാൻ പോലും പറ്റാതെ കുടുങ്ങിയതാണ് വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ. വിറച്ച് അതിന്റെ മോൾഭാഗം ഇരുന്ന അതിനുള്ളിൽ 10,000 കണക്കായ ആളുകൾ കെട്ടിടങ്ങളുടെ ഉള്ളിലിരുന്ന് ചീഞ്ഞ് മരണപ്പെട്ടു. അല്ലാഹു കാക്കുമാറാവട്ടെ. ധിക്കാരികൾ അല്ലാഹു തആല വിടാതിരിക്കില്ല. അല്ലാഹു തആല നമുക്കെല്ലാം നല്ല ഈമാനും തഖ്വയും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നമ്മുടെ പള്ളിയിൽ പ്രവേശനോത്സവമായിരുന്നു. അതിലേക്ക് നമ്മുടെ പള്ളിക്ക് കുറച്ച് ബാധ്യതയുണ്ട്. ഇൻഷാല്ലാഹ് അതിന്റെ ഒരു ബക്കറ്റ് പുറത്തു വെച്ചിട്ടുണ്ടാവും. എല്ലാവരും അതിന് കഴിയുന്ന ഒരു സഹായം ചെയ്യുക. 100-200ഓളം പേർക്ക് പായസമൊക്കെ വെച്ചുണ്ടാക്കി നമ്മുടെ കൊച്ചുമക്കൾക്ക് നല്ലൊരു സ്വീകരണവും ഒരു പ്രവേശന ഉത്സവവും നമ്മൾ നടത്തി. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ഥലം വാങ്ങുന്നതിലേക്ക് സംഭാവനയായി ഒരു സഹോദരൻ 5000 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 200 രൂപ, മറ്റൊരു സഹോദരൻ 200 രൂപ. സെൻട്രൽ ജുമാ മസ്ജിദുമായി അവിടുത്തെ തൊടുപുഴ ഇടുക്കി റോഡ് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ലെറ്ററുമായി ഒരു സഹോദരി വന്നിട്ടുണ്ട്. അവരുടെ 3 മക്കൾക്കും 3 വിധത്തിലുള്ള രോഗങ്ങളാണ്.
അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഉള്ള എന്തോ ക്ഷതം ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് ബാധിച്ച ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ സഹായവുമായി സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ലെക്ചറുമായി വന്നിട്ടുണ്ട്. നമ്മൾ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. റിഫായി ചാരിറ്റി മാതിരപ്പള്ളി മഹൽ ജുമാ മസ്ജിദ് നടത്തുന്ന ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മാതിരപ്പള്ളി റിഫായി ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ കോതമംഗലം ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ നടത്തുന്ന ഹജ്ജ് ക്ലാസ് മാതിരപ്പള്ളിയിൽ തന്നെ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മഗ്‌രിബിന് ശേഷം മാതിരപ്പള്ളി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസവും മഗ്‌രിബ് കഴിഞ്ഞ് ഹജ്ജ് ക്ലാസ് നടക്കുന്നുണ്ട്. അതിലേക്ക് സഹകരിക്കണമെന്ന ഈ നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും അറിയിക്കാൻ പറഞ്ഞ് പ്രത്യേകമായി അവർ ലെറ്റർ തന്നിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, സ്ഥലം വാങ്ങുന്നതിലേക്ക് സ്വതക്ക ചെയ്തവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ അതിലേക്ക് സംഭാവനകൾ തന്നവരെ സ്വീകരിക്കണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് 250 രൂപ. അല്ലാഹുവേ തുകകൾ അറിയുന്നവനേ, അവരുടെ വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ ശബരീകരിക്കണേ, ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ റബ്ബേ. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുവെങ്കിൽ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ പള്ളിയിലേക്ക് ഏതെല്ലാം വിധത്തിൽ സഹായങ്ങൾ ചെയ്യുന്നുവോ അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാഹ്. നീ പാഴാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പള്ളിക്ക് ചുറ്റും അന്തിവിശ്രമം കൊള്ളുന്നവരെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പ്രാവശ്യം ഹജ്ജിന് പോകുന്നവരെ സ്വീകരിക്കണം റബ്ബേ. അവരുടെ മുറാദുകൾ ഹാസിലാക്കണം അല്ലാഹ്. ശരീരത്തിന് ഖുവ്വത്ത് കൊടുക്കണം അല്ലാഹ്. പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന റഹ്മാനെ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഉംറയ്ക്ക് പോയവരെ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ മുറാദുകൾ ഹാസിലാക്കണം അല്ലാഹ്. മർളിയായ ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. നമ്മൾ ഓരോരുത്തരുടെയും ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്.